ചിലപ്പോൾ ഏറ്റവും വലിയ ചതികൾ ഒളിഞ്ഞിരിക്കുന്നത് ഏറ്റവും നിഷ്കളങ്കമെന്ന് തോന്നുന്ന ജസ്റ്ററുകളിലാണ്. ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ വലത്തോട്ട് നീങ്ങുന്ന ഒരു വിരൽത്തുമ്പിന് ഒരു തോക്കിന്റെ കാഞ്ചി വലിക്കുന്നതിനേക്കാൾ വലിയ പ്രഹരശേഷി ഉണ്ടാകുമെന്ന് ആരെങ്കിലും സങ്കൽപ്പിക്കുമോ? പ്രണയത്തിന്റെ മധുരം പുരട്ടിയ വാക്കുകൾ ഒരു രാഷ്ട്രത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നങ്ങളെ തകർത്തെറിയാൻ പോകുന്ന ഒരു ചാരക്കഥയുടെ തുടക്കമാകുമെന്ന് ആരെങ്കിലും കരുതുമോ? ഇത് അങ്ങനെയൊരു കഥയാണ്. ഡിജിറ്റൽ ലോകത്തിലെ പ്രണയത്തിന്റെ സാധ്യതകൾ തേടിപ്പോയ ഒരാൾ താൻ അറിയാതെ ഒരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ചാരവലയത്തിലെ കണ്ണിയായി മാറിയ കഥ. ഇറാൻ എന്ന വലിയ രാജ്യത്തിന്റെ ആണവ പദ്ധതികളുടെ തല തൊട്ടപ്പനെന്നറിയപ്പെട്ട മൊഹ്സിൻ ഫക്രുസാദയുടെ ജീവിതത്തിലേക്ക് മൊസാദ് എന്ന ഇസ്രായേലി ചാരസംഘടന ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ എങ്ങനെയാണ് തുരങ്കം വെച്ചതെന്നതിന്റെ ഞെട്ടിക്കുന്ന കഥ. ടെഹ്റാൻ, ചരിത്രവും ആധുനികതയും ഒരുപോലെ ഉറങ്ങുന്ന നഗരം. പുരാതനമായ പേർഷ്യൻ സംസ്കാരത്തിന്റെ ഗരിമയും അതേസമയം ഉപരോധങ്ങളുടെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെയും ശ്വാസം മുട്ടലും ആ നഗരത്തിന്റെ തെരുവുകളിൽ എപ്പോഴും തങ്ങി നിന്നിരുന്നു. 2020കളിലെ ടെഹ്റാൻ കൂടുതൽ സങ്കീർണമായിരുന്നു. ഓരോ നിഴലിലും ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു. ഭരണകൂടത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. പക്ഷേ അതിലും സൂക്ഷ്മതയോടെ അവരെ നിരീക്ഷിക്കുന്ന മറ്റു ചില കണ്ണുകൾ കൂടിയുണ്ടായിരുന്നു. അത് മൊസാദിൻ്റേതായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ ഏതുവിധേനയും തകർക്കുക എന്നതായിരുന്നു അവരുടെ ദേശീയ അജണ്ട. ഈ പദ്ധതിയുടെ ആത്മാവും പരമാത്മാവുമായിരുന്നു മൊഹ്സിൻ ഫക്രുസാദെ. പാശ്ചാത്യ ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇറാനിയൻ ബോംബിന്റെ പിതാവ് എന്നായിരുന്നു. ഇറാനികൾക്ക് അദ്ദേഹം ഒരു ദേശീയ ഹീറോയും. അതുകൊണ്ടുതന്നെ ഫക്രുസാദയുടെ ഓരോ നീക്കവും അതീവ രഹസ്യമായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉരുക്കുമറയ്ക്കുള്ളിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ യാത്രാവഴികൾ, ദിനചര്യകൾ, എന്തിനേറെ പറയുന്നു, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം പോലും കർശനമായ നിരീക്ഷണത്തിലായിരുന്നു. ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കടന്നു കയറുക അസാധ്യമാണെന്ന് മൊസാദിന് നന്നായി അറിയാമായിരുന്നു. പതിറ്റാണ്ടുകളായി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ശാസ്ത്രജ്ഞന്മാർ പലരും ടെഹ്റാന്റെ തെരുവുകളിൽ ദുരൂഹമായ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഫക്രുസാദെ എല്ലായ്പ്പോഴും ഒരു പടി മുന്നിലായിരുന്നു. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുള്ള ഓരോ നീക്കവും പരാജയപ്പെട്ടു. അപ്പോഴാണ് ടെല്ലവീനിലെ മൊസാദിന്റെ ആസ്ഥാനത്ത് ഒരു പുതിയ ആശയം രൂപം കൊള്ളുന്നത്. നേരിട്ടുള്ള ആക്രമണങ്ങൾ പരാജയപ്പെടുന്നിടത്ത് മനുഷ്യന്റെ ഏറ്റവും ദുർബലമായ വികാരങ്ങളെ ആയുധമാക്കുക. ഏകാന്തത, പ്രണയം, അംഗീകാരത്തിനായുള്ള ദാഹം, ഇവയെല്ലാം ഏതൊരു ഉരുക്കു മനുഷ്യനെയും തകർക്കാൻ പോന്നതായിരുന്നു. ഫക്രുസാദയുടെ ലോകം പുരുഷന്മാരുടേതായിരുന്നു. ശാസ്ത്രജ്ഞർ, സൈനികർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ. ആ ലോകത്തേക്കൊരു സ്ത്രീക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞേക്കും. പക്ഷെ എങ്ങനെ? അതൊരു ചാവേറാക്രമണമാകരുത്. മരിച്ച് മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിൽക്കുന്ന സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത ഒരു ഓപ്പറേഷനായിരിക്കണം. ഓപ്പറേഷൻ സ്വീറ്റ് ട്രാപ്പ് എന്ന രഹസ്യനാമത്തിൽ ആ പദ്ധതിക്ക് ജീവൻ വെച്ചു. അതിനായി അവർ ഒരു മുഖം കണ്ടെത്തി. താമര, അതായിരുന്നു അവളുടെ പേര്. ഇറാനിയൻ വംശജയാണെങ്കിലും വർഷങ്ങളായി യൂറോപ്പിൽ ജീവിക്കുന്ന ഒരു ആർക്കിടെക്ട്. അവളുടെ കുടുംബം വർഷങ്ങൾക്ക് മുൻപ് ഇറാനിലെ ഭരണമാറ്റത്തെ തുടർന്ന് നാടുവിട്ടവരായിരുന്നു. ഇറാനോടുള്ള അടങ്ങാത്ത സ്നേഹവും അതേസമയം അവിടുത്തെ ഭരണകൂടത്തോടുള്ള കടുത്ത എതിർപ്പും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. മൊസാദ് അവളെ കണ്ടെത്തുമ്പോൾ അവൾ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. അവർക്ക് വേണ്ടതും അതുതന്നെയായിരുന്നു. പണം മാത്രമല്ല അവർ വാഗ്ദാനം ചെയ്തത്. അവളുടെ കുടുംബത്തിന് ഇറാനിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകാമെന്ന വാക്കുകൂടിയായിരുന്നു. അവളുടെ ദൗത്യം ലളിതമായിരുന്നു. ടെഹ്റാനിലേക്ക് തിരികെ പോവുക, ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരാളെ കണ്ടെത്തുക, അയാളുമായി പ്രണയത്തിലാവുക. പക്ഷേ ആ ഒരാൾ ഫക്രുസാദയുടെ സുരക്ഷാ വലയത്തിനുള്ളിലുള്ള ആളായിരിക്കണം. ഫക്രുസാദയെ നേരിട്ട് വലയിൽ വീഴ്ത്തുക അസാധ്യമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെയോ വീഴ്ത്താൻ കഴിഞ്ഞാൽ ആ വലിയ കോട്ടയുടെ ഒരു ചെറിയ വാതിൽ തുറന്നു കിട്ടും. മാസങ്ങൾ നീണ്ട പരിശീലനമായിരുന്നു പിന്നീട്. ഒരു സാധാരണ ഇറാനിയൻ യുവതിയായി സംസാരിക്കാനും പെരുമാറാനും അവളെ പഠിപ്പിച്ചു. ടെഹ്റാനിലെ പുതിയ സംസാര രീതികളും ഫാഷനുകളും യുവജനങ്ങൾക്കിടയിലെ ട്രെൻഡുകളും അവളെ പരിശീലിപ്പിച്ചു. അവരുടെ ഓരോ നോട്ടത്തിനും ചിരിക്കും പ്രത്യേക അർത്ഥങ്ങൾ നൽകി. അവളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിച്ച് ഒരു യഥാർത്ഥ വ്യക്തിയുടെ ജീവിതരേഖ പോലെ നിലനിർത്തി. ഒടുവിൽ ആ ദിവസമെത്തി. ടെഹ്റാനിലെ ഒരു കോഫി ഷോപ്പിലിരുന്ന് അവൾ തന്റെ ഫോണിലെ ആപ്ലിക്കേഷൻ തുറന്നു. നൂറുകണക്കിന് മുഖങ്ങൾക്കിടയിലൂടെ അവളുടെ വിരലുകൾ ചലിച്ചു. മൊസാദ് നൽകിയ പട്ടികയിലുള്ള 10 പേരുടെ പ്രൊഫൈലുകൾ അവൾ ശ്രദ്ധയോടെ പഠിച്ചിരുന്നു. അവരുടെ താൽപ്പര്യങ്ങൾ, സാമൂഹിക നില, ജോലി, എന്തിനേറെ പറയുന്നു, അവരിഷ്ടപ്പെടുന്ന കവിതകൾ പോലും അവൾക്ക് മനഃപ്പാഠമായിരുന്നു. അവരിലൊരാൾ ഫക്രുസാദയുടെ സുരക്ഷാ സംഘത്തിലെ ഒരു യുവ കമാൻഡർ അലി റസ. കായിക താരങ്ങളെപ്പോലെയുള്ള ശരീരവും ഗൗരവമേറിയ മുഖവുമുള്ള ഒരാൾ. അവന്റെ പ്രൊഫൈലിൽ ഷിറാസിലെ കവി ഹാഫിസിന്റെ വരികളുണ്ടായിരുന്നു.
പ്രണയത്തെയും വിരഹത്തെയും പറയുന്ന വരികൾ. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പ്രൊഫൈലിൽ അത്തരം വരികൾ കണ്ടപ്പോൾ അവൾക്ക് കൗതുകം തോന്നി. മൊസാദിന്റെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത് ശരിയാണ്. ഓരോ കവചത്തിനുള്ളിലും മുറിവേറ്റൊരു ഹൃദയമുണ്ടാകും. അവൾ അവന്റെ പ്രൊഫൈലിലേക്ക് വിരലോടിച്ചു. ഒരു ചെറിയ ലൈക്ക്, ഒരുപക്ഷേ ഒരു രാജ്യത്തിന്റെ തലവര മാറ്റിക്കുറിക്കാൻ പോകുന്ന ഒരു ഡിജിറ്റൽ അടയാളം. മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി വന്നു. പരിചയപ്പെടാൻ താൽപ്പര്യമുണ്ട്. താമരയുടെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. ഓപ്പറേഷൻ സ്വീറ്റ് ട്രാപ്പിന്റെ ആദ്യത്തെ വാതിൽ തുറന്നിരിക്കുന്നു. അവളുടെ വിരലുകൾ മറുപടിക്കായി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. തീർച്ചയായും, എനിക്കും. അലി റസയുടെ മറുപടി വന്ന നിമിഷം മുതൽ താമരയുടെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് മാറുകയായിരുന്നു. അവളും അലിയും തമ്മിലുള്ള ചാറ്റിംഗ് കേവലം ഉപരിപ്ലവമായ വർത്തമാനങ്ങളായിരുന്നില്ല. മൊസാദിന്റെ മനഃശാസ്ത്രജ്ഞർ കൃത്യമായി നിർദ്ദേശിച്ച സ്ക്രിപ്റ്റുകളായിരുന്നു അവൾ ടൈപ്പ് ചെയ്തിരുന്നത്. അലിയുടെ താൽപ്പര്യങ്ങൾ, അവന്റെ ഏകാന്തത, ജോലിയിലെ സമ്മർദ്ദം, കുടുംബത്തെക്കുറിച്ചുള്ള ആവലാതികൾ, ഇവയെല്ലാം അവൾ പതുക്കെ പുറത്തുകൊണ്ടുവന്നു. ഓരോ ചോദ്യവും വളരെ സ്വാഭാവികമായി തോന്നി, എന്നാൽ ഓരോന്നും അലിയുടെ ഉള്ളിലെ വിവരങ്ങൾ പുറത്തെടുക്കാനുള്ള താക്കോലുകളായിരുന്നു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അലി അതീവ ജാഗ്രത പുലർത്തേണ്ടവനായിരുന്നു. എന്നാൽ ഒരു സ്ത്രീയുടെ സ്നേഹവും കരുതലും ലഭിക്കുമ്പോൾ ഏതൊരു കടുപ്പക്കാരനും അലിയുമെന്ന പ്രപഞ്ചസത്യം ഇവിടെയും പ്രവർത്തിച്ചു. എന്റെ ജോലി അത് കുറച്ച് സങ്കീർണമാണ് എന്ന് ഒരു രാത്രി ചാറ്റിൽ അലി പറഞ്ഞു. എനിക്ക് പലപ്പോഴും വീട്ടിൽ പോകാൻ കഴിയില്ല. ഞാൻ സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിയെയല്ല, ഒരു രാജ്യത്തിന്റെ ആത്മാവിനെയാണ്. ആ വരികൾ വായിച്ചപ്പോൾ താമരയുടെ ഹൃദയം അതിവേഗം മിടിച്ചു. അവൾക്ക് മനസ്സിലായി, അവൾ ശരിയായ ദിശയിലാണ്. ആ വ്യക്തി മറ്റാരുമായിരുന്നില്ല, മൊസിൻ ഫക്രിസാദെ. ടെഹ്റാനിലെ തിരക്കേറിയ കഫേകളിലും പാർക്കുകളിലും വച്ച് അവർ കണ്ടുമുട്ടി. ഓരോ കൂടിക്കാഴ്ചയും മൊസാദിന്റെ നിരീക്ഷണത്തിലായിരുന്നു. താമരയുടെ ബാഗിലെ ഒരു ചെറിയ പെൻഡന്റിൽ ഒളിപ്പിച്ച മൈക്രോഫോൺ അവരുടെ സംഭാഷണങ്ങൾ അപ്പപ്പോൾ തെലവീവിലേക്ക് എത്തിച്ചു. അലി തന്റെ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. നേരിട്ട് പേരുകൾ പറഞ്ഞില്ല, എന്നാൽ അവൻ നൽകിയ സൂചനകൾ വ്യക്തമായിരുന്നു. അവൻ ജോലി ചെയ്യുന്നത് ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു. അവന്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഫക്രിസാദയുടെ ദൈനംദിന യാത്രകളെക്കുറിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ മൊസാദിന് ലഭിക്കാൻ തുടങ്ങി. സേറിന് വെള്ളിയാഴ്ചകളിൽ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ് എന്ന് ഒരു ദിവസം അലി പറഞ്ഞു. അദ്ദേഹം തന്റെ ഭാര്യയോടൊപ്പം വടക്കൻ ഇറാനിലെ വില്ലയിലേക്ക് പോകും. ആ യാത്രകളിലാണ് അദ്ദേഹം ഏറ്റവും സന്തോഷവാനായി കാണപ്പെടുന്നത്. ഇതൊരു നിർണായക വിവരമായിരുന്നു. ഫക്രിസാദെ അതീവ സുരക്ഷയുള്ള ലബോറട്ടറികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അപൂർവ അവസരങ്ങളിലൊന്നാണ് ഈ വാരാന്ത്യ യാത്രകൾ. ആ നിമിഷം മുതൽ മൊസാദിന്റെ ശ്രദ്ധ മുഴുവൻ ആ വെള്ളിയാഴ്ചകളിലെ യാത്രകളിലേക്കായി. താമരയുടെയും അലിയുടെയും ബന്ധം കൂടുതൽ ആഴത്തിലായി. അലി അവളിൽ പൂർണ്ണമായി വിശ്വസിച്ചു തുടങ്ങി. തന്റെ ഔദ്യോഗിക വാഹനത്തിൽ പോലും അവളെ യാത്ര ചെയ്യിക്കാൻ അവൻ ധൈര്യം കാണിച്ചു. ആ യാത്രകളിലൊന്നിൽ താമര ഒരു ചെറിയ ഉപകരണം കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചുവെച്ചു. അതൊരു അത്യാധുനിക GPS ട്രാക്കറായിരുന്നു. അലിയുടെ കാർ പലപ്പോഴും ഫക്രിസാദയുടെ വാഹനവ്യൂഹത്തിന്റെ ഭാഗമാകാറുണ്ട് എന്ന് അവൾക്കറിയാമായിരുന്നു. ഇനി മുതൽ ഫക്രിസാദയുടെ ഓരോ നീക്കവും ഇസ്രായേലിന്റെ സ്ക്രീനുകളിൽ തെളിയും. അലി ഒരിക്കലും സംശയിച്ചില്ല താൻ പ്രണയിക്കുന്ന സ്ത്രീ തന്റെ രാജ്യത്തിന്റെ ശത്രുക്കളുടെ ചാരയാണ് എന്ന്. അവൻ അവളെ തന്റെ ഭാവിവധുവായി സ്വപ്നം കണ്ടു. അവൾക്കു വേണ്ടിയുള്ള സമ്മാനങ്ങൾ വാങ്ങാനും അവളോടൊപ്പം സമയം ചിലവഴിക്കാനും അവൻ അതീവ താൽപ്പര്യം കാണിച്ചു. ഈ സമയത്താണ് മൊസാദ് തങ്ങളുടെ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഫക്രിസാദയെ വധിക്കാൻ ഒരു സാധാരണ സ്നൈപ്പർ പോരാ. സാങ്കേതികവിദ്യയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗിക്കണം. കാരണം ഫക്രിസാദയുടെ ചുറ്റുമുള്ള സുരക്ഷാവലയം ഭേദിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. അങ്ങനെയാണ് ഒരു റോബോട്ടിക് മെഷീൻ ഗണ്ണിന്റെ ആശയം ഉദിക്കുന്നത്. ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ലക്ഷ്യം തിരിച്ചറിയുന്ന ഒരു ആയുധം. പക്ഷേ ഈ ആയുധം എങ്ങനെ ഇറാനിലെത്തിക്കും? അവിടെയും താമരയുടെ പങ്ക് നിർണായകമായിരുന്നു. അവൾ അലിയോട് പറഞ്ഞു, തന്റെ ഒരു ബന്ധുവിന് ഇറാനിലേക്ക് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാനുണ്ട് എന്നും കസ്റ്റംസ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അലിയുടെ സഹായം വേണമെന്നും. പ്രണയത്താൽ അന്ധനായ അലി അതിന് സമ്മതിച്ചു. അങ്ങനെ ആ മാരകായുധത്തിന്റെ ഭാഗങ്ങൾ പല ഘട്ടങ്ങളിലായി ഇറാനിലെത്തി. അലിയുടെ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു പരിശോധനയുമില്ലാതെ അവ അതിർത്തി കടന്നു. ഓരോ ഭാഗവും ടെഹ്റാനിലെ രഹസ്യ താവളങ്ങളിൽ വെച്ച മൊസാദിന്റെ ഏജന്റുമാർ കൂട്ടിച്ചേർത്തു. ഇതൊന്നും അലി അറിഞ്ഞില്ല. അവൻ കരുതിയത് താൻ തന്റെ പ്രണയിക്കാർത്തിയെ സഹായിക്കുകയാണ് എന്നാണ്. ആ ആയുധം ഒരു നിസാൻ പിക്കപ്പ് ട്രക്കിന്റെ പുറകിൽ ഘടിപ്പിച്ചു. പുറമേ നോക്കിയാൽ അതൊരു സാധാരണ വാഹനമായി തോന്നും, എന്നാൽ ഉള്ളിൽ മരണം കാത്തിരുന്നതായിരുന്നു. താമരയുടെ ഹൃദയത്തിൽ കുറ്റബോധത്തിന്റെ കനലെരിഞ്ഞിരുന്നു. അലിയുടെ നിഷ്കളങ്കമായ ചിരിയും അവളോടുള്ള സ്നേഹവും അവളെ വേദനിപ്പിച്ചു. പക്ഷെ അവൾ ഓർത്തു, താനിത് ചെയ്യുന്നത് വ്യക്തിപരമായ നേട്ടത്തിനല്ല, വലിയ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്. 2020 നവംബർ മാസം ടെഹ്റാനിൽ തണുപ്പ് തുടങ്ങിയിരുന്നു. ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷം ഫക്രിസാദെ ആ വെള്ളിയാഴ്ച അബ്സാർദിലെ തന്റെ വില്ലയിലേക്ക് പോകുമെന്നുറപ്പായി. അലി അന്ന് താമരയോട് പറഞ്ഞു, ഇന്നെനിക്ക് നേരത്തെ വരാൻ കഴിയില്ല, സേറിനൊപ്പം ഒരു പ്രധാന യാത്രയുണ്ട്. ആ വിവരം ഉടൻ തന്നെ മൊസാദ് ആസ്ഥാനത്തെത്തി. ഓപ്പറേഷൻ കമാൻഡർമാർ തയ്യാറായി.
നിസാൻ പിക്കപ്പ് ട്രക്ക് അബ്സാർദിലേക്കുള്ള റോഡിൽ പാർക്ക് ചെയ്യപ്പെട്ടു. അതിനുള്ളിലെ മെഷീൻ ഗൺ ഉപഗ്രഹവുമായി ബന്ധിപ്പിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇസ്രായേലിലെ ഒരു കൺട്രോൾ റൂമിൽ ഒരു ഓപ്പറേറ്റർ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. എല്ലാം തയ്യാറാണ്. ഇനി വേണ്ടത് ഫക്രിസാദയുടെ വാഹനം ആ വഴിയിലൂടെ വരിക എന്നതു മാത്രമാണ്. താമര അന്ന് അലിയോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, എനിക്ക് നിന്നെ ജീവനാണ്. ആ വാക്കുകൾക്ക് രണ്ടർത്ഥങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവൾ അഭിനയിക്കുന്ന പ്രണയം. രണ്ട്, വരാനിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണമേ എന്ന പ്രാർത്ഥന. കാരണം ആ സ്ഫോടനത്തിൽ അലിയും ഇല്ലാതായേക്കാം എന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. നവംബർ 27 വെള്ളിയാഴ്ച. ഉച്ചതിരിഞ്ഞ സമയം ഏകദേശം 3:30. അബ്സാഡിലേക്കുള്ള റോഡ് വിജനമായിരുന്നു. പർവ്വതങ്ങളുടെ നിഴലുകൾ റോഡിലേക്ക് വീണു തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് ആ വാഹനവ്യൂഹം ദൃശ്യമായത്. മുന്നിലും പിന്നിലുമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാറുകൾ. നടുവിൽ ഫക്രിസാദയും ഭാര്യയും സഞ്ചരിക്കുന്ന കറുത്ത നിസാൻ ടീന കാർ. ഫക്രിസാദ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുകയായിരുന്നു, ഭാര്യ തൊട്ടടുത്ത്. സാധാരണയായി സുരക്ഷാ കാരണങ്ങളാൽ ഡ്രൈവർമാരാണ് വാഹനം ഓടിക്കാറ്. പക്ഷേ അന്ന് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഡ്രൈവിംഗ് ഏറ്റെടുത്തു. ഒരുപക്ഷെ ആ അവസാന യാത്ര സ്വന്തം കൈകളിൽ തന്നെ ആയിരിക്കണമെന്ന് വിധി തീരുമാനിച്ചതാകാം. കാർ പതുക്കെ ആ വളവിലേക്കടുത്തു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പഴയ നിസാൻ പിക്കപ്പ് ട്രക്ക് അവരുടെ കൺമുന്നിലുണ്ട്. ആരും അതിനെ ശ്രദ്ധിച്ചില്ല. അതൊരു കേടായ വണ്ടി പോലെ അവിടെ കിടക്കുകയായിരുന്നു. എന്നാൽ ആ ട്രക്കിനുള്ളിലെ ക്യാമറ കണ്ണുകൾ ഫക്രിസാദയുടെ മുഖം തിരിച്ചറിഞ്ഞു. നിർമ്മിത ബുദ്ധി അതിൻ്റെ ജോലി തുടങ്ങി. ലക്ഷ്യം ഉറപ്പിച്ചു. ഇസ്രായേലിലെ കൺട്രോൾ റൂമിൽ പച്ചവെളിച്ചം തെളിഞ്ഞു. ഓപ്പറേറ്ററുടെ വിരൽ കാഞ്ചിയിലേക്ക് നീങ്ങി. അലിയുടെ വാഹനം ഫക്രിസാദയുടെ കാറിന് തൊട്ടു പിന്നിലുണ്ടായിരുന്നു. അവൻ ചുറ്റും ജാഗ്രതയോടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മരണം വരുന്നത് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ അല്ല, ഇന്റർനെറ്റിലൂടെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. സമയം കൃത്യം 3:30. അബ്സാഡിന്റെ ശാന്തമായ അന്തരീക്ഷം കീറിമുറിച്ചുകൊണ്ട് വെടിയൊച്ചകൾ മുഴങ്ങി. സാധാരണ വെടിയൊച്ചകൾ ആയിരുന്നില്ല അത്. യന്ത്രത്തോക്കിൽ നിന്നുള്ള തുരുതുരായുള്ള വെടിയുണ്ടകൾ. പക്ഷെ ആരും വെടിവയ്ക്കുന്നത് കാണാനില്ല. ഫക്രിസാദയുടെ കാറ് പെട്ടെന്ന് നിന്നു. എന്തോ കാറിന്റെ എഞ്ചിനിൽ തട്ടിയ ശബ്ദമാണെന്ന് കരുതി അദ്ദേഹം വണ്ടി നിർത്തി പുറത്തിറങ്ങി. അതാണ് മൊസാദ് കാത്തിരുന്ന നിമിഷം. കാറിനുള്ളിലായിരുന്നെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ അദ്ദേഹത്തെ രക്ഷിച്ചേനെ. പക്ഷേ പുറത്തിറങ്ങിയ അദ്ദേഹം പൂർണ്ണമായും അരക്ഷിതനായിരുന്നു. ആ നിമിഷം നിസാൻ പിക്കപ്പിലെ യന്ത്രത്തോക്ക് വീണ്ടും ഗർജിച്ചു. ഇത്തവണ കൃത്യം ലക്ഷ്യത്തിലേക്ക്. ഫക്രിസാദെ റോഡിലേക്ക് വീണു. ഭാര്യ നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി. സുരക്ഷാ ഉദ്യോഗസ്ഥർ അലി ഉൾപ്പെടെ തോക്കുകളുമായി പുറത്തേക്ക് ചാടി. പക്ഷെ ആരെയാണ് വെടിവെക്കേണ്ടത്? ശത്രു എവിടെ? അവർക്ക് മുന്നിൽ ആ പഴയ പിക്കപ്പ് ട്രക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും അതിനുള്ളിലില്ല. ഒരു പ്രേതവാഹനം പോലെ അത് വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടിരുന്നു. അലി രസയുടെ കണ്ണുകൾ അവിശ്വസനീയമായ ആ കാഴ്ച കണ്ട് മരവിച്ചുപോയി. തന്റെ കൺമുന്നിൽ വെച്ച് ഇറാനിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, താൻ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട വ്യക്തി ചോരയിൽ കുളിച്ചുകിടക്കുന്നു. ശത്രുവിനെ കാണാനില്ല. ആ നിമിഷം ട്രക്കിൽ ഘടിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചു. ഭീകരമായ സ്ഫോടനത്തിൽ ആ പിക്കപ്പ് ട്രക്ക് ചിന്നച്ചിതറി. തെളിവുകളൊന്നും ബാക്കിയാകാതിരിക്കാനുള്ള അവസാനത്തെ നീക്കമായിരുന്നു അത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തെറിച്ചു വീണു. പുകപടലങ്ങൾക്കിടയിലൂടെ അവർ ഫക്രിസാദയെ താങ്ങിയെടുത്ത ആശുപത്രിയിലേക്ക് പാഞ്ഞു. പക്ഷേ എല്ലാം കഴിഞ്ഞിരുന്നു. ഇറാന്റെ ആണവ സ്വപ്നങ്ങളുടെ ശില്പി മൊഹ്സിൻ ഫക്രിസാദെ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു. ലോകം മുഴുവൻ ഞെട്ടി. ഇറാൻ ഭരണകൂടം പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തു. ടെഹ്റാനിലെ തെരുവുകളിൽ ജനങ്ങൾ തടിച്ചുകൂടി. മരണം ഇസ്രായേലിന് എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഈ ബഹളങ്ങൾക്കിടയിൽ അലി റസ ഒരു തകർന്ന മനുഷ്യനെപ്പോലെ ആശുപത്രിയുടെ ഇടനാഴികളിരുന്നു. അവന്റെ യൂണിഫോമിൽ രക്തക്കറയുണ്ടായിരുന്നു, ഫക്രിസാദയുടെ രക്തം. അവൻ ഫോൺ എടുത്തു. താമരയെ വിളിക്കണം, അവളോട് പറയണം താൻ പരാജയപ്പെട്ടു എന്ന്, തന്റെ കൺമുന്നിൽ വെച്ചെല്ലാം സംഭവിച്ചുവെന്ന്. അവൻ ഫോൺ ഡയൽ ചെയ്തു. ഈ നമ്പർ നിലവിലില്ല. അവൻ വീണ്ടും നോക്കി. നമ്പർ ശരിയാണ്. വീണ്ടും വിളിച്ചു. അതേ മറുപടി. അവന്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവൻ വാട്സാപ്പ് തുറന്നു. അവളുടെ പ്രൊഫൈൽ പിക്ചർ അപ്രത്യക്ഷമായിരിക്കുന്നു. മെസ്സേജുകൾ ഡെലിവർ ആകുന്നില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലായിടത്തും അവൾ മാഞ്ഞുപോയിരിക്കുന്നു. താമര എന്നൊരു വ്യക്തി
നിലനിന്നിരുന്നോ എന്നുപോലും സംശയിക്കാവുന്ന തരത്തിൽ എല്ലാ ഡിജിറ്റൽ തെളിവുകളും മായ്ച്ചു കളഞ്ഞിരുന്നു. സത്യത്തിന്റെ ഭീകരത അലിയെ വേട്ടയാടി. താൻ പ്രണയിച്ച പെൺകുട്ടി അവൾ തന്നെയായിരുന്നോ ഇതിനു പിന്നിൽ? അവൻ ഓർത്തു. താൻ അവളോട് പറഞ്ഞ ഓരോ കാര്യവും, ഫക്രിസാദയുടെ യാത്രാവിവരങ്ങൾ, വാഹനത്തിന്റെ വിവരങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം താൻ അവൾക്ക് നൽകി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും താനൊരു രാജ്യദ്രോഹിയായി മാറിയിരിക്കുന്നു. ഇറാൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഓരോരുത്തരായി ചോദ്യം ചെയ്തു. അലിയുടെ ഊഴം വന്നപ്പോൾ അവന് പിടിച്ചു നിൽക്കാനായില്ല. അവനെല്ലാം തുറന്നു പറഞ്ഞു. ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടി, അവളുടെ സ്നേഹം, താൻ നൽകിയ വിവരങ്ങൾ. ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ പോലും സ്തബ്ധരായിപ്പോയി. ഒരു ഫോൺ സ്ക്രീനിലെ പ്രണയം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയെ ഇല്ലാതാക്കിയിരിക്കുന്നു. അതേസമയം യൂറോപ്പിലെ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ താമര തന്റെ പഴയ ഫോൺ സിം കാർഡ് ഒരു തീയിലെറിഞ്ഞു. അവളിപ്പോൾ താമരയല്ല, മറ്റൊരു പേര്, മറ്റൊരു രാജ്യം, മറ്റൊരു ജീവിതം. ടിവിയിൽ ഫക്രിസാദയുടെ വിലാപയാത്രയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവളുടെ മുഖത്ത് വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളിലെവിടെയോ ഒരു വിങ്ങൽ. അലിയുടെ മുഖം അവളുടെ ഓർമ്മകളിൽ വന്നു. അവന്റെ നിഷ്കളങ്കമായ സ്നേഹം. അതൊരു നാടകമായിരുന്നുവെങ്കിലും ചില നിമിഷങ്ങളിൽ അവളും ആ സ്നേഹത്തിൽ അലിഞ്ഞുപോയിരുന്നുവോ? ഇല്ല, അവൾ സ്വയം തിരുത്തി. ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ പ്രണയത്തിന് സ്ഥാനമില്ല. ഇവിടെ ജയിക്കുന്നവർ മാത്രമേയുള്ളൂ, സ്നേഹിക്കുന്നവരില്ല. മൊസാദ് തങ്ങളുടെ ഏറ്റവും വിജയകരമായ ഓപ്പറേഷനുകളിലൊന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു മനുഷ്യനെപ്പോലും നഷ്ടപ്പെടുത്താതെ, ഒരു വെടിയുണ്ട പോലും നേരിട്ടുതിർക്കാതെ ശത്രുവിന്റെ മണ്ണിൽ വച്ച് അവരുടെ തലവനെ വീഴ്ത്തി. സാങ്കേതികവിദ്യയും മനഃശാസ്ത്രവും ചേർന്നൊരുക്കിയ മാരകമായ കെണി. ഇറാനിലെ അന്വേഷണം പുരോഗമിച്ചു. പിക്കപ്പ് ട്രക്കിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവർക്ക് ചില സൂചനകൾ ലഭിച്ചു. അതൊരു ഉപഗ്രഹ നിയന്ത്രിത ആയുധമായിരുന്നുവെന്ന് അവർ സ്ഥിരീകരിച്ചു. ലോകം ആദ്യമായി കേൾക്കുകയായിരുന്നു അത്തരമൊരു കൊലപാതകത്തെക്കുറിച്ച്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും കൊലപാതകത്തിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇത് യുദ്ധരീതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. ഇനി ആർക്കും എവിടെയും സുരക്ഷിതരായിരിക്കാൻ കഴിയില്ല. ആകാശത്തു നിന്നുള്ള കണ്ണുകളും കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്ക് പിന്നിലെ വിരലുകളും ചേർന്ന് ആരെയും എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാക്കാം. ഫക്രിസാദയുടെ മരണം ഇറാനിയൻ ആണവ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായി. അദ്ദേഹത്തിന് പകരക്കാരനാകാൻ ആരുമുണ്ടായിരുന്നില്ല. വർഷങ്ങളുടെ ഗവേഷണങ്ങളും അനുഭവസമ്പത്തുമാണ് ആ റോഡിൽ ചിതറിത്തെറിച്ചത്. അലി റസയുടെ വിധി എന്തായെന്ന് പുറം ലോകമറിഞ്ഞില്ല. രാജ്യദ്രോഹ കുറ്റത്തിന് അവൻ വിചാരണ ചെയ്യപ്പെട്ടു കാണും. അല്ലെങ്കിൽ ഇരുളടഞ്ഞ ഏതെങ്കിലും തടവറയിൽ അവൻ തന്റെ അവസാന നാളുകൾ എണ്ണുന്നുണ്ടാകും. പ്രണയം അവന് നൽകിയത് മരണത്തേക്കാൾ വലിയ ശിക്ഷയായിരുന്നു. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തവൻ എന്ന പേര്. ഓരോ തവണയും കണ്ണടയ്ക്കുമ്പോൾ അവൻ കാണുന്നത് ആ ഡേറ്റിംഗ് ആപ്പിലെ ആദ്യത്തെ ഹെലോ ആയിരിക്കും. ആ ഒരു വാക്ക് അവന്റെ ജീവിതത്തെയും ഒരു രാജ്യത്തിന്റെ ചരിത്രത്തെയും എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് അവൻ ഓർക്കുന്നുണ്ടാകും. ഈ സംഭവം ലോകത്തിന് നൽകിയ പാഠം വലുതായിരുന്നു. സൈബർ ലോകമെന്നത് വെറുമൊരു വിനോദോപാധിയല്ല, അതൊരു യുദ്ധക്കളമാണ്. അവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തോക്കുകളല്ല, വികാരങ്ങളാണ്. ഒരു ലൈക്ക്, ഒരു കോമന്റ്, ഒരു ഷെയർ, ഇവയൊക്കെ ബോംബുകളേക്കാൾ അപകടകാരികളാകാം. നമ്മുടെ വിരൽത്തുമ്പിൽ നാം സൂക്ഷിക്കുന്നത് നമ്മുടെ മാത്രം വിവരങ്ങളല്ല, ചിലപ്പോൾ ഒരു സമൂഹത്തിന്റെ തന്നെ സുരക്ഷിതത്വമാണ്. അജ്ഞാതമായ മുഖങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അലി റസയെപ്പോലെ നാമും അറിയാതെ ഏതെങ്കിലും വലിയ കളിയിലെ കരുക്കളായി മാറിയേക്കാം. അന്ന് രാത്രി ടെഹ്റാനിലെ തെരുവുകളിൽ വിലാപഗാനങ്ങൾ മുഴങ്ങി. ആയിരക്കണക്കിന് ആളുകൾ മെഴുകുതിരികളുമായി ഫക്രിസാദയുടെ ചിത്രത്തിനു മുന്നിൽ ഒത്തുകൂടി. പക്ഷേ ആ മെഴുകുതിരി വെളിച്ചത്തിൽ പോലും ഇറാനിയൻ ഭരണകൂടത്തിന്റെ മുഖത്തെ ഭയം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിൽ അവരുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും ഒരു മനുഷ്യന്റെ പോലും സാന്നിധ്യമില്ലാതെ. ഇസ്രായേൽ തങ്ങളുടെ സാങ്കേതിക മികവ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഫക്രിസാദയുടെ മരണം വെറുമൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു സന്ദേശമായിരുന്നു.
നിങ്ങൾ എവിടെ ഒളിച്ചാലും എത്ര സുരക്ഷാവലയങ്ങൾ തീർത്താലും ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും. ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ഓൾമറ്റിന്റെ വാക്കുകൾ പലരും ഓർത്തു. ഫക്രിസാദയെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന് എന്നെങ്കിലും ഞങ്ങളെ കണ്ടേണ്ടിവരും. ആ കൂടിക്കാഴ്ച ഇത്ര ഭീകരമായിരിക്കുമെന്ന് ആരും കരുതിയില്ല. കാലം കടന്നുപോയി. ഫക്രിസാദയുടെ കല്ലറയിൽ പൂക്കൾ വാടിത്തുടങ്ങി. പക്ഷേ ആ കൊലപാതകം അവശേഷിപ്പിച്ച ചോദ്യങ്ങളിപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും കൃത്യതയോടെ ആ ട്രക്ക് അവിടെ എത്തിച്ചത്? ആരാണ് ആ ആയുധം നിർമ്മിച്ചത്? ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളേതാണ്? ഉത്തരങ്ങൾ പലതും ഇപ്പോഴും ഇരുളിലാണ്. മൊസാദ് ഒരിക്കലും ഇതിന്റെ ഉത്തരവാദിത്തം ഔദ്യോഗികമായി ഏറ്റെടുത്തില്ല. എന്നാൽ ലോകത്തിനറിയാം, ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്താൻ അവർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന്. ഫക്രിസാദയുടെ മരണം ഇറാന്റെ ആണവ പദ്ധതിയെ താൽക്കാലികമായി മരവിപ്പിച്ചു. പക്ഷേ പ്രതികാരത്തിന്റെ കനൽ അവിടെ അണഞ്ഞിട്ടില്ല. അതെരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്നെങ്കിലും ഒരു വലിയ തീയായി പടരാൻ. ഈ കഥയിലെ യഥാർത്ഥ ഇരകൾ ആരാണ്? ഫക്രിസാദയാണോ? അതോ പ്രണയത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ട അലി റസയാണോ? അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയെ പണയം വെച്ച് ഒരു ചാരയായി ജീവിക്കേണ്ടി വന്ന താമരയാണോ? യുദ്ധത്തിൽ ജയപരാജയങ്ങളില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. ഒരു രാജ്യത്തിന് അവരുടെ ശാസ്ത്രജ്ഞനെ നഷ്ടപ്പെട്ടു. ഒരു യുവാവിന് അവന്റെ ജീവിതം നഷ്ടപ്പെട്ടു. ഒരു യുവതിക്ക് അവളുടെ സ്വത്വം നഷ്ടപ്പെട്ടു. എല്ലാവരും ഏതൊക്കെയോ വലിയ കളികളുടെ ഭാഗമായി മാറി. ചരിത്രം വിജയികളെ മാത്രമേ വാഴ്ത്താറുള്ളൂ. പക്ഷേ ആ വിജയങ്ങൾക്ക് പിന്നിൽ എത്രയോ മനുഷ്യരുടെ കണ്ണീരും ചോരയും വീണിട്ടുണ്ടെന്ന് നാം മറന്നുപോകുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നാം എല്ലാവരും നിരീക്ഷണത്തിലാണ്. നമ്മുടെ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് വാച്ചുകൾ എല്ലാം നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. നാം എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്ത് സംസാരിക്കുന്നു, ഒന്നും രഹസ്യമല്ല. മൊഹ്സിൻ ഫക്രിസാദയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ്. സുരക്ഷ എന്നത് ഒരു മിഥ്യ മാത്രമാണ്. നമ്മൾ വിശ്വസിക്കുന്ന സാങ്കേതിക വിദ്യ തന്നെ നമുക്കെതിരായ ആയുധമായി മാറിയേക്കാം. ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ തുടങ്ങിയ പ്രണയം ഒരു ആണവ ശാസ്ത്രജ്ഞന്റെ മരണത്തിൽ കലാശിച്ചുവെങ്കിൽ നമ്മുടെ ചെറിയ അശ്രദ്ധകൾക്ക് എന്തു വലിയ വില നൽകേണ്ടിവരും? ചിന്തിക്കേണ്ട വിഷയമാണ്. ഓപ്പറേഷൻ സ്വീറ്റ് ട്രാപ്പ് അവസാനിച്ചു. ഫയലുകൾ അടച്ചു. പക്ഷേ ആ കഥ ഇന്നും ജീവിക്കുന്നു. ചാരക്കഥകളുടെ ലോകത്ത് അതൊരു ഇതിഹാസമായി മാറി. ഭാവിയിലെ ചാരന്മാർക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകം. എങ്ങനെയാണ് വികാരങ്ങളെ ആയുധമാക്കേണ്ടത്, എങ്ങനെയാണ് സാങ്കേതിക വിദ്യയെ കൊലയാളിയാക്കേണ്ടത്. എന്നാൽ നമുക്ക്, സാധാരണ മനുഷ്യർക്ക്, ഇതൊരു മുന്നറിയിപ്പാണ്. സ്നേഹത്തിന്റെ മുഖമുടി ധരിച്ചെത്തുന്ന ചതികളെ തിരിച്ചറിയാനുള്ള മുന്നറിയിപ്പ്. വിശ്വസിക്കാം, പക്ഷേ കണ്ണും കാതും തുറന്നുവെച്ചുകൊണ്ട് മാത്രം. കാരണം അടുത്ത ചതിക്കുഴി എവിടെയാണെന്ന് ആർക്കറിയാം? ചിലപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിൽ തെളിയുന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷനാകാം.